നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ക്യാമറകൾ ഇറങ്ങി, PR ടീം ഇറങ്ങി, ചാമക്കാലയും സതീശനെ പോലുള്ള നടന്മാരെല്ലാം പടിയിറങ്ങിപ്പോയി. അതിനുശേഷം ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആരുമില്ല. ഇപ്പോൾ അവശേഷിക്കുന്നത് പ്രദേശത്തെ DYFIക്കാർ മാത്രം. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ സംഭവമാണ്. നാടിന് ഒരു ആപത്തുണ്ടായ ഘട്ടത്തിൽ, അതും കോരിച്ചൊഴിയുന്ന മഴ, ആ സന്ദർഭത്തിൽ വാണിയമ്പുഴ ഫോറസ്റ്റിനകത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ബില്ലി എന്ന വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ്. പുഴയ്ക്കപ്പുറത്തേക്ക് പോയി ഫയർഫോഴ്സ് ബില്ലിയുടെ മൃതദേഹം പുഴയ്ക്കിപ്പുറം എത്തിക്കാനുള്ള ശ്രമത്തിനിടയിൽ കുത്തിയൊഴുകുന്ന പുഴയിൽ നിയന്ത്രണം വിട്ട് ബോട്ട് അപകടത്തിൽപ്പെട്ട് രക്ഷാപ്രവർത്തകരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വഴിയിൽ കുടുങ്ങി. നമ്മുടെ നാട്ടിലെ റീൽസ് വിദഗ്ധരായിട്ടുള്ള യൂത്ത് വ്യാജന്മാരെയൊന്നും ആ നാട്ടിലെ കണ്ടില്ല. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് അർദ്ധരാത്രിയും പ്രതികൂല കാലാവസ്ഥയെയും വകവയ്ക്കാതെ മുന്നിൽ നിന്നത് ഒരൊറ്റ സംഘടനയാണ്, DYFI. കണ്ടില്ലേ ദൃശ്യം? DYFIയുടെ പോത്തുകല്ല് മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സുബിലാണ് ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ വേണ്ടി ജീവൻ പോലും പണയം വെച്ച് ഇറങ്ങി പുറപ്പെടുന്നത്. നേരത്തെ വയനാട് മുണ്ടേരിയിൽ ഉരുൾപൊട്ടലുണ്ടായ സന്ദർഭത്തിലും ഇതുപോലെ ജീവൻ പണയം വെച്ച് അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് കണ്ടു. തിരഞ്ഞെടുപ്പ് കാലം വന്നാൽ ക്യാമറകളുമായിട്ട് റീൽ ഷൂട്ടിന് വരും. പക്ഷേ ജനങ്ങളുടെ ജീവൻ അപകടത്തിൽപ്പെടുന്ന സന്ദർഭം എത്തിയാൽ അവിടെ MLAയും കാണാനില്ല, മാധ്യമ ക്യാമറകളുമില്ല, PR വർക്കുമില്ല. അവിടെ പ്രവർത്തിക്കാൻ യൂത്ത് ബ്രിഗേഡ് എന്ന DYFIയുടെ സംഘടന മാത്രം ജീവൻ കൊടുത്തും അവശേഷിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ നാട്ടിലെ ചില യാഥാർത്ഥ്യങ്ങൾ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരും റീൽസ് ഷൂട്ട് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഹീറോ ചമയുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ്. ഇതൊന്നും ആരും റീലായി കാണില്ല. ആഡംബര ജീപ്പുകളിലും വാഹനങ്ങളിലും റീൽസ് ഷോ ഓഫുകൾക്കപ്പുറം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ സഹായിക്കാൻ ഓടിയെത്തുന്നവരാരാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ദൃശ്യം. കാട്ടാന ആക്രമണം എന്നത് അവരെ സംബന്ധിക്കുന്നിടത്തോളം തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് പിടിക്കാനുള്ള ഒരു വിഷയം മാത്രമാണ്. എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മാപ്ര ക്യാമറകൾക്ക് മുന്നിലും കോലുകൾക്ക് മുന്നിലും വന്ന് പഞ്ച് ഡയലോഗ് അടിക്കും. അതിനപ്പുറത്തേക്ക് അവിടെ രക്ഷാപ്രവർത്തനത്തിനോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു സഹായഹസ്തം എന്നുള്ള നിലയ്ക്ക് ഒന്നിനെയും മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. അവിടെയാണ് DYFIയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ ഈ ഇടപെടൽ. വാർത്തയായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? അതൊന്നും കാണത്തില്ല. ഇതൊന്നും വാർത്തയാക്കാൻ പാടില്ല. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനം അറിഞ്ഞു കഴിഞ്ഞാലോ നാടറിഞ്ഞു കഴിഞ്ഞാലോ അവർ നന്മയുള്ള മനസ്സുകളായിട്ട് ചിത്രീകരിക്കപ്പെടുമല്ലോ. അത് പാടില്ല. നമ്മൾ റീൽസ് കപടന്മാരെ നമ്മുടെ നാട്ടിൽ വല്ലാതെ പുകഴ്ത്തി കാണിക്കും. അവർ സംഭവമാണെന്ന് അവതരിപ്പിക്കും. അങ്ങനെയുള്ള PR വർക്കുകളായിട്ട് കേരളത്തിലെ മാപ്രകൾ അധപ്പതിച്ചു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ദൃശ്യം നിങ്ങൾ കാണാതെ പോകുന്നത്. കയർ